എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 33ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് കുശനാഭന്റെ 100 പെൺകുട്ടികൾക്ക് വായുദേവൻ ശരീരത്തിൽ വൈകൃതമുണ്ടാക്കി, കൂന് പോലെയുള്ള വൈകൃതമുണ്ടാക്കി അവരോട് പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോൾ തങ്ങൾ സ്വതന്ത്രരല്ല എന്നാ പെൺകുട്ടികൾ പറഞ്ഞപ്പോൾ അത് വായുദേവന് ഒട്ടും ഇഷ്ടമായില്ല. അങ്ങനെയാണ് അവരുടെ ആ സുന്ദരമായ ശരീരം മുഴുവനും വളവും തിരിവുമൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു നിർത്തി. അങ്ങനെ ആ പെൺകുട്ടികൾ അച്ഛനെ കാണാൻ വേണ്ടി വന്ന് ദുഃഖത്തോടു കൂടിയിട്ട് അങ്ങനെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. അവരെ കണ്ടതോടു കൂടിയിട്ട് അച്ഛൻ ചോദിക്കുകയാണ്, ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ അവർ മറുപടി പറയണതാണ്. നമുക്ക് ശ്ലോകം നോക്കാം. തസ്യ തദ്വചനം ശ്രുത്വാ കുശനാഭസ്യ ധീമതഃ ശിരോഭിശ്ചരണോ സ്പൃഷ്ട്വാ കന്യാശതമഭാഷത. തസ്യ തദ്വചനം ശ്രുത്വ. തസ്യ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ, അതായത് ഈ കുട്ടികളൊക്കെ സംഭ്രാന്തകളായിട്ട് പരിഭ്രമിച്ചിട്ടാണല്ലോ കൊട്ടാരത്തിലേക്ക് കയറി വന്നത്. അവരെ കണ്ടപ്പോൾ തന്നെ അച്ഛൻ ചോദിച്ചു, ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന്. അപ്പോൾ അച്ഛന്റെ വാക്കുകൾ കേട്ടിട്ട് തസ്യ തദ്വചനം ശ്രുത്വ തസ്യ കുശനാഭസ്യ ധീമത കുശനാഭസ്യ, നല്ല ബുദ്ധിമാനും തൻ്റെ മക്കളെയൊക്കെ നല്ലവണ്ണം പോറ്റുന്നവനുമായിട്ടുള്ള അങ്ങനെയുള്ള ആ കുശനാഭന്റെ വാക്കുകൾ കേട്ടിട്ട് തദ്വചനം ശ്രുത്വ, അങ്ങനെ അച്ഛൻ പറയണത് കേട്ടിട്ട് അവരെന്ത് ചെയ്തു? ശിരോഭിശ്ചരണം സ്പൃഷ്ട്വാ കന്യാശതം അഭാഷത. ശിരോഭി, അവരെല്ലാവരും തന്നെ ആ 100 പെൺകുട്ടികളും അച്ഛന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് കാല് തൊട്ട് വന്ദിച്ചിട്ട് 100 പേരും അഭാഷത ഇപ്രകാരം പറയാൻ തുടങ്ങി. അച്ഛനോട് പറയാണ്. എന്താണ് പറയണത് എന്നുണ്ടെങ്കിൽ 2ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, വായു സർവാത്മകോ രാജൻ പ്രദർശയിതുമിച്ഛതി അശുഭം മാർഗമാസ്ഥായ ന ധർമ്മം പ്രത്യവേക്ഷതേ. സർവാത്മക വായു. ഹേ രാജൻ, അല്ലയോ മഹാരാജാവേ. അച്ഛൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ രാജാവിനോട് അവർ സങ്കടം ഉണർത്തിക്കുകയാണ്. അല്ലയോ മഹാരാജാവേ, സർവാത്മക വായു. സർവാത്മകൻ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും കുടികൊള്ളുന്നവനാണ് വായു. അതുകൊണ്ടാണ് സർവാത്മകൻ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള വായുവാണ്. എല്ലാവരെ പറ്റിയിട്ടും അറിയുന്നതാണ്. ലോകത്തിനെ പറ്റിയിട്ട് നല്ലോണം അറിയണ ദേവന്മാരിൽ ഒരാളാണ് വായുദേവൻ. അങ്ങനെയുള്ള വായുദേവൻ പ്രദർശയിതും ഇച്ഛതി. ആ വായുദേവൻ നമ്മളെ അപമാനിക്കാനായിട്ട് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. ധാർഷ്ട്യം കാണിക്കുകയാണ് ചെയ്തത് എന്നർത്ഥം. വായുദേവൻ പ്രദർശയിതും, പ്രദർശനം ചെയ്യാന്ന് പറഞ്ഞാൽ അപമാനിക്കുക, നമ്മളെയൊക്കെ അപമാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് ചെയ്തത്. അശുഭം മാർഗമാസ്ഥായ. എങ്ങനെയാണ് അപമാനിക്കണത്? അശുഭമായ മാർഗത്തിൽ കൂടെ. നേരാവണ്ണം യുദ്ധം ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങടും ഇങ്ങടും വാക്കേറ്റുണ്ടായിട്ടൊന്നുമല്ല. ഞങ്ങൾ വളരെ മാന്യമായ രീതിയിൽ ഇടപെട്ടിട്ടും അശുഭമായ മാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് അശുഭം മാർഗം ആസ്ഥായ പ്രദർശയിതും ഇച്ഛതി. നമ്മളെ താഴ്ത്തിക്കെട്ടാൻ, നമ്മളെ അപമാനിക്കാൻ പുറപ്പെടുന്നു. എങ്ങനെയല്ല? ന ധർമ്മം പ്രത്യവേക്ഷതേ. ആ കാര്യത്തിൽ ദേവനാണ് എങ്കിൽ പോലും ധർമ്മത്തെപ്പറ്റി അദ്ദേഹം ചിന്തിക്കുന്നു പോലുമില്ല. അപ്പോൾ ധർമ്മത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാത്ത വായുദേവൻ ഇപ്പോൾ നമ്മളെ എല്ലാവരെയും അപമാനിക്കാനായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരെയും അറിയുന്ന ആളാണ് വായുദേവൻ. എന്നിട്ട് തന്നെ നമ്മളെല്ലാവരെയും അപമാനിക്കുന്നു എന്നർത്ഥം. എന്നിട്ട് 3ാമത്തെ ശ്ലോകം നോക്കാം. പിതൃമത്യസ്മ ഭദ്രം തേ സ്വച്ഛന്ദേ നവയം സ്ഥിത വിതരം നോ വൃണീഷ്വത്വം യദിനോ ദാസ്യതേ തവ. ഇവിടെ ഒരു ഭാഗം പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ അദ്ദേഹത്തിനോട്, വായുദേവനോട് എന്താ പറഞ്ഞത് എന്നുള്ളത് നമ്മൾ കൂട്ടിച്ചേർത്ത് പറയണം. ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഇതാണ്. ഞങ്ങൾ എങ്ങനെയുള്ളവരാണ്? ഞങ്ങൾ പിതൃമത്യഃ സ്മ. ഞങ്ങളെല്ലാവരും ഞങ്ങളോടൊക്കെ ചോദിക്കാനും പറയാനും ഒക്കെ അച്ഛനുണ്ട്. പിതൃമത്യഃ എന്ന് വെച്ചാൽ അച്ഛനോട് കൂടിയവരാണ്. ഞങ്ങളൊക്കെ അച്ഛനോട് കൂടിയവരാണെന്ന് പറയണതിന് അർത്ഥം എന്താ? എല്ലാവരും അച്ഛനമ്മമാരോട് കൂടിയവരൊക്കെ തന്നെയാണ്. ഇവിടെ പറയണത് ഒരു പ്രത്യേക വിഷയത്തിൽ, അതായത് വിവാഹം എന്ന് പറഞ്ഞൊരു കാര്യം എടുത്തിട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ആ കാര്യം ചോദിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് അച്ഛനുണ്ട് എന്നുള്ളതാണ്. അതാണ് പിതൃമത്യസ്മ ഭദ്രം തേ. അങ്ങയ്ക്ക്, അതായത് വിവാഹാലോചന നടത്തിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞത് ഇതാണ്. തേ ഭദ്രം, അങ്ങയ്ക്ക് ഭദ്രമുണ്ടാകട്ടെ. ഞങ്ങൾ സ്വച്ഛന്തേ നവയം സ്ഥിതാഹ പിതൃമത്യ സ്മ. ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്
പ്രവർത്തിക്കുന്നവരല്ല. അതായത് കുട്ടികളാണ് അച്ഛനമ്മമാർ പറയണത് കേൾക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സ്വച്ഛന്തമായിട്ട്, സ്വച്ഛന്തം എന്ന് വെച്ചാൽ സ്വേച്ഛയ്ക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. കന്യകമാരാണ്, അച്ഛനമ്മമാരുടെ കൂടെയാണെന്നുള്ളത് കൊണ്ട് വിവാഹാദി കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് ഇപ്പോഴും തീരുമാനിക്കുന്നത്. അതായത് ഇവരുടെ കാര്യത്തിൽ വിവാഹം തീരുമാനിക്കുന്നത് അച്ഛൻ തന്നെയാണ് എന്നവർ ഉറപ്പിച്ചു പറഞ്ഞു. അച്ഛൻ ഉള്ളത് കൊണ്ട് അച്ഛൻ തന്നെയാണ് വിവാഹകാര്യം സംസാരിക്കുന്നത്. അതുമാത്രമല്ല, ത്വം നഹ പിതരം വൃണീഷ്വ, അങ്ങ് ഞങ്ങളുടെ അച്ഛൻ്റെ സമീപത്തേക്ക് ചെല്ലൂ. നഹ എന്നുള്ളതിന് അസ്മാകം, ഞങ്ങളുടെ, പിതരം അച്ഛൻ്റെ അടുത്തേക്ക്, ത്വം അങ്ങ് ചെന്നോളൂ, ഈ കാര്യം സംസാരിച്ചോളൂ. യതി തവ നഹ ദാസ്യതേ, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അച്ഛൻ ഞങ്ങളെല്ലാവരെയും അങ്ങേക്ക് വിവാഹം ചെയ്തു തരാനും മതി. അതായത് ഇത് ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അച്ഛൻ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിവാഹം കഴിക്കാൻ ഞങ്ങൾക്കാർക്കും തടസ്സവുമില്ല. അതുകൊണ്ട് അച്ഛൻ്റെ സമീപത്ത് ചെന്നോളൂ. അങ്ങനെയാണെങ്കിൽ നഹ ഞങ്ങളെ, അസ്മാൻ, അവിടെ നഹ എന്നുള്ളതിന് അസ്മാൻ എന്നർത്ഥം, ഞങ്ങളെ, തവ ദാസ്യതേ അങ്ങേക്ക് വിവാഹം കഴിച്ചു തരാനും മതി. അച്ഛന് അതിനൊന്നും തടസ്സം ഉണ്ടാവില്ല. അതുകൊണ്ട് അച്ഛനെ സമീപിക്കൂ, അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലൂ എന്നാണ് ഈ പെൺകുട്ടികൾ വായുദേവനോട് പറഞ്ഞത്. എന്നിട്ട് 4ാമത്തെ ശ്ലോകം നോക്കാം. തേന പാപാനുബന്ധേന വചനം ന പ്രതീച്ഛത ഏവം ബ്രുവന്ത്യ സർവാസ്മ വായുനാഭിഹതാ ഭൃശം. തേന പാപാനുബന്ധേന വചനം ന പ്രതീച്ഛത വായുന, തേന വായുന, ആ വായുവിനാൽ. ഇങ്ങനെയൊക്കെ ഇവർ ആവശ്യപ്പെട്ടിട്ടും ആ വായുദേവൻ എന്താ ചെയ്തത്? പാപാനുബന്ധേന വചനം ന പ്രതീച്ഛത വായുന. പാപാനുബന്ധം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് ദേഷ്യം വന്നു, പാപം വന്ന് ഭവിച്ചു. പാപം വന്ന് ഭവിക്കുക എന്ന് പറഞ്ഞാൽ വായുദേവൻ ആവശ്യപ്പെട്ടപ്പോൾ ഇവർ മറുപടി അച്ഛൻ ചെയ്തു തരും എന്നുള്ള മറുപടിയല്ലേ കൊടുത്തത്. അങ്ങനെ ദേഷ്യം വന്നു. ആ ദേഷ്യം വന്ന് ഭവിച്ചവനായിട്ടുള്ള വായുദേവൻ വചനം ന പ്രതീച്ഛത, ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അതായത് ആവാമെന്നോ എന്താന്നോ അങ്ങനെയൊന്നും ചോദിക്കാതെ പെട്ടെന്ന് തന്നെ ദേഷ്യം വന്നവനായിട്ട് ഞങ്ങളെല്ലാവരും, ആ വായുവിനാൽ ഞങ്ങളെല്ലാവരും അഭിഹതകളായി, വൈകൃതം ഉള്ളവരാക്കപ്പെട്ടു. അതാണ് ഏവം ബ്രുവന്ത്യഃ സർവാഹ വയം, ഇപ്രകാരം പറഞ്ഞ ഞങ്ങൾ എല്ലാവരും തന്നെ വായുന, മറുപടിയൊന്നും പറയാത്തവനായ വായുവിനാൽ ഭൃശം അഭിഹതാഹ, വല്ലാതെ വിരൂപകളാക്കി തീർന്നു, വിരൂപകളായി ഭവിച്ചു. അതായത് ഇവർ മര്യാദയ്ക്കനുസരിച്ച് വായുദേവനോട് സംസാരിച്ചുവെങ്കിലും വായുദേവൻ അതിനെയൊന്നും പരിഗണിക്കാതെ അപ്പോൾ തന്നെ അവർക്ക് ശരീരത്തിന് വൈകൃതമുണ്ടാക്കി കൊടുക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾ ധർമ്മത്തിൽ നിന്നൊട്ടും മാറിയില്ല, വായുദേവൻ ധാർമ്മികത ഒട്ടും ദീക്ഷിച്ചതില്ല, ഒട്ടും പരിഗണിച്ചില്ല എന്നർത്ഥം. നമുക്ക് 5ാമത്തെ ശ്ലോകം നോക്കാം. താസാം തു വചനം ശ്രുത്വാ രാജാ പരമധാർമ്മിക പ്രത്യുവാച മഹാതേജാ കന്യാശതമനുത്തമം. 6 കൂടി നോക്കാം. ക്ഷാന്തം ക്ഷമാവതാം പുത്ര്യ കർത്തവ്യം സുമഹത്കൃതം ഐകമത്യമുപാഗമ്യ കുലം ചാവേക്ഷിതം മമ. താസാം തു വചനം ശ്രുത്വാ രാജാ പരമധാർമ്മിക. താസാം വചനം ശ്രുത്വാ പരമധാർമ്മിക രാജ, പരമധാർമ്മികനായിട്ടുള്ള, അതായത് കുശനാഭൻ വളരെ ധാർമ്മികനായിട്ടുള്ള രാജാവാണ്. ആ രാജാവ് മക്കളുടെ ധർമ്മമൂലമായിട്ടുള്ള, ധർമ്മത്തെ മുൻനിർത്തിയിട്ടുള്ളതായ വാക്യങ്ങൾ കേട്ടിട്ട്, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തില്ല, ധർമ്മത്തെ പറ്റി മാത്രമേ സംസാരിച്ചുള്ളൂ എന്ന് പറഞ്ഞത് കേട്ടിട്ട് മഹാതേജസ്വിയും പരമധാർമ്മികനുമായിട്ടുള്ള ആ രാജാവ് കുശനാഭൻ അനുത്തമം കന്യാശതം പ്രത്യുവാച, ആ നിസ്തുലകളായിട്ടുള്ള നല്ല മിടുക്കത്തികളും അതുപോലെ തന്നെ വകതിരിവും ധാർമ്മികതയൊക്കെ ഉള്ളവരായ ആ പെൺകുട്ടികളോട് 100 പേരോടും ഇപ്രകാരം മറുപടി പറഞ്ഞു. പ്രത്യുവാച, എന്താ മറുപടി പറഞ്ഞത്? നിങ്ങൾ വേണ്ടത് മാത്രമേ ചെയ്തുള്ളൂ, നിങ്ങൾ ചെയ്ത പ്രവൃത്തി വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ക്ഷമാവതാം ക്ഷാന്തം കർത്തവ്യം. ഹേ പുത്ര്യ, അല്ലയോ പെൺകുട്ടികളെ, അല്ലയോ മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, അവരെ വിളിച്ചിട്ട് പറയാണ്, ക്ഷമാവതാം കർത്തവ്യം ക്ഷാന്തം. ക്ഷമയുള്ളവർ ചെയ്യുന്നതാണ് ക്ഷാന്തം, ചെയ്യുന്നതാണ് തന്നെത്താൻ നിയന്ത്രിക്കുക എന്നുള്ളത്. ക്ഷാന്തി എന്ന് വെച്ചാൽ അതാണല്ലോ ശാന്ത സ്വഭാവമായി തീരുക എന്നുള്ളത്. അത് നിങ്ങൾ വേണ്ടതുപോലെ ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമയുള്ളവരാണ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വായുദേവൻ ഇവരുടെ ശരീരത്തിൽ വന്ന് വൈകൃതങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും അവർ വേറൊന്നും ചെയ്തില്ല.
തിരിച്ചാക്രമിക്കുന്നോ അച്ഛൻ നിങ്ങളോട് പകരം ചോദിക്കുന്നോ ഒന്നും പറഞ്ഞില്ല. വളരെ ക്ഷമയുള്ള പെൺകുട്ടികളാണ് നിങ്ങളെല്ലാവരും എന്നുള്ളത് ഇവിടെ നിന്ന് വ്യക്തമാവുന്നുണ്ട്. അത് സുമഹത്കൃതം, വളരെ മഹത്തായിട്ടുള്ള കാര്യമാണ്. ക്ഷമ എന്നുള്ളത് വളരെ മഹത്തായിട്ടുള്ള കാര്യമാണ്. അത് നടപ്പിൽ വരുത്തുക എന്നുള്ളത് പൊതുവെ ആർക്കും പറ്റാത്തൊരു കാര്യമാണ്. വളരെ നിയന്ത്രണം വേണം. മനസ്സിനും അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങൾക്കുമൊക്കെ നല്ല നിയന്ത്രണം ഉണ്ടെങ്കിലേ ക്ഷമ കൈവരുത്താൻ പറ്റുള്ളൂ. ക്ഷമയെ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പറയുമ്പോൾ ഒക്കെ എളുപ്പമാണ്, പക്ഷേ ക്ഷമിക്കുക, നിയന്ത്രിക്കുക എന്നുള്ളത് ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, നിങ്ങൾ 100 പേരും ഒരേ നടപടിയിലാണ് പോയത്. അതിലൊരാൾ പോലും ഇതിനെതിരായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ 99 പേരും ഇങ്ങനെ ഇരുന്നോളൂ, ഞാൻ വായുദേവനോട് യുദ്ധത്തിനാണ് പുറപ്പെടണതെന്നോ വായുദേവനെ കുറച്ച് ശകാരിക്കാനാണ് എനിക്ക് താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ മാറിപ്പോയോ? അതുമില്ല. അതാണ് ഐകമത്യം ഉപാഗമ്യ മമ കുലം ച അപേക്ഷിതം. നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട്, ഐകമത്യം എന്ന് പറഞ്ഞാലാണ് ഏകമതത്തോട് കൂടിയിട്ട് ഒരേ അഭിപ്രായത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട്, ആരും ഇതിൽ നിന്ന് മാറിയില്ല. എല്ലാവരും ക്ഷമയോട് കൂടിയിട്ടുള്ള കുട്ടികളായി നിന്നുകൊണ്ട് നമ്മുടെ കുലത്തിനെ പരിരക്ഷിക്കുകയും ചെയ്തു. അതായത് കുശനാഭൻ്റെ കുശൻ എന്ന് പറഞ്ഞാൽ വളരെ ധാർമ്മികനായിട്ടുള്ള ഒരു മഹർഷിയുടെ പുത്രനാണ് കുശനാഭൻ. അപ്പോൾ അതുപോലെ തന്നെ ആ രാജ്യവും ഒക്കെ വളരെ പരിപൂർണമായിട്ട് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടു നടക്കുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള ദിക്കിൽ നിങ്ങൾ വളരെ വേണ്ടതുപോലെ ഉചിതമായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തത്. എന്നിട്ട് ക്ഷമയെ പറ്റിയിട്ട് കുറച്ചും കൂടി പറയാണ്. അലങ്കാരോ ഹി നാരീണാം ക്ഷമാതു പുരുഷസ്യ വാ ദുഷ്കരം തച്ച വൈക്ഷാന്തം ത്രിദശേഷു വിശേഷത. അടുത്ത ശ്ലോകം കൂടി അതന്നെയാണ് പറയണത്. ഇപ്പം നമ്മൾ 7 ചൊല്ലി 8 കൂടി ചൊല്ലാം. യാദൃശീവ ക്ഷമാപുത്ര്യ സർവാസാമവിശേഷത ക്ഷമാദാനം ക്ഷമാസത്യം ക്ഷമായജ്ഞാശ്ച പുത്രികാ. ഇനി 9ാമത്തെ ശ്ലോകത്തിൻ്റെ ഒരു വരിയും കൂടി ഇതിലേക്ക് ചേർന്നാണ് നിൽക്കുന്നത്. ക്ഷമായശ ക്ഷമാധർമ്മ ക്ഷമായാം വിഷ്ഠിതം ജഗത്. അടുത്തത് വിസൃജ്യ കന്യാകാഗുസ്ഥ രാജാത്രിദശ വിക്രമ എന്നുള്ള 9ാമത്തെ ശ്ലോകത്തിൻ്റെ 2ാമത്തെ വരി 10ലേക്ക് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അടുത്ത ദിവസം പറയാം. ചൊല്ലുമ്പോൾ എല്ലാം കൂടി ചൊല്ലിയെന്നേ ഉള്ളൂ. ക്ഷമയെ പറ്റിയിട്ട്, ക്ഷമയുടെ സൗന്ദര്യത്തെ പറ്റി പറയാണ്. അലങ്കാരോഹി നാരീണാം ക്ഷമാതു പുരുഷസ്യ വാ. നാരീണാം വാ പുരുഷസ്യ വാ ക്ഷമാ അലങ്കാര. ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ആണുങ്ങൾക്കായാലും, അതാണ് ആദ്യം പറയണത്. ഇവിടെ സ്ത്രീകളുടെ കാര്യമാണല്ലോ. അതാണ് നാരീണാം, സ്ത്രീകൾക്കായാലും പുരുഷസ്യ വാ പുരുഷന്മാർക്കായാലും അലങ്കാര ക്ഷമ അലങ്കാര. ക്ഷമ എന്നുള്ളത് ഒരു ഭൂഷണമാണ്. എടുത്തു ചാടി ചെയ്യലല്ല ഭൂഷണം. ക്ഷമിക്കുക എന്നുള്ളത് പൊതുവെ, അതായത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്നതല്ല ഭൂഷണം. ഇവിടെ ഒരു വലിയ കാര്യമാണ് സംഭവിച്ചത്, പക്ഷേ ഇവിടെയും ക്ഷമിക്കാൻ പറ്റുക എന്നുള്ളതൊരു വലിയ കാര്യമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ദുഷ്കരം തച്ച വൈക്ഷാന്തം ത്രിദശേഷു വിശേഷത. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് എന്താണ്? ക്ഷമിക്കുക എന്നുള്ളത് ദുഷ്കരം, ചെയ്ത് നടപ്പിൽ വരുത്താൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനെ ആക്രമിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ലോകത്തിൽ വലിയ വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയിട്ടും ക്ഷമിക്കുക എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. മാത്രമല്ല, നിങ്ങൾ ക്ഷമിച്ചത് ആരോടാ? ത്രിദശേഷു വിശേഷത ക്ഷാന്തം. ത്രിദശന്മാരോട്. ത്രിദശന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാരോട് ക്ഷമിക്കുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട്? വിശേഷത ക്ഷാന്തം. ദേവന്മാർക്ക് നമ്മളെക്കാളൊക്കെ വലിയ ശക്തിയുള്ളവരാണ്. അവർക്ക് എന്തും ചെയ്യാൻ പറ്റും, ആക്രമിക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് അവര് ഇങ്ങോട്ട് എന്ത് കാണിച്ചാലും ക്ഷമിക്കുക എന്നുള്ളത് നമ്മൾ കൊണ്ട് നടക്കണ്ട, നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു അലങ്കാരം തന്നെയാണ്. യാദൃശീ വ ക്ഷമാ പുത്ര്യ സർവാസാം അവിശേഷത. മാത്രമല്ല, നിങ്ങളിപ്പോൾ നടത്തി വരുന്നതായിട്ടുള്ള ഈ ക്ഷമയുണ്ടല്ലോ, നടത്തി വന്നതായ ക്ഷമിക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തി, അത് സർവാസാം അവിശേഷത, എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായല്ലോ. അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. ആരും അതിൽ നിന്ന് എതിർത്ത് പുറത്തു ചാടിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് വലിയൊരു അലങ്കാരമായിരിക്കുന്നു. ക്ഷമാദാനം ക്ഷമാസത്യം ക്ഷമായജ്ഞാശ്ച പുത്രികാഹ ക്ഷമായശ ക്ഷമാധർമ്മ ക്ഷമായാം വിഷ്ഠിതം ജഗത്ത്. എല്ലാം ഈ ലോകം തന്നെ ഇങ്ങനെ നിലനിൽക്കുന്നതിന് കാരണം ക്ഷമയാണ്. ക്ഷമാദാനം,
ക്ഷമ കൊണ്ടാണ് ദാനം സംഭവിക്കുന്നത്, ക്ഷമ കൊണ്ടാണ് സത്യം ഇവിടെ നിലനിൽക്കുന്നത്, ക്ഷമ കൊണ്ടാണ് യജ്ഞം നിലനിൽക്കുന്നത്, ക്ഷമ കൊണ്ട് യശസ്സുണ്ടാവുന്നു, ക്ഷമ തന്നെയാണ് ധർമ്മം. ഈ ലോകം മുഴുവനും ഇവിടെ നിലനിൽക്കുന്നത് ക്ഷമ കൊണ്ടാണ്. അതായത് ക്ഷമിക്കാൻ പറ്റുക, ക്ഷമിച്ചു എന്നൊരു വാക്ക് എന്നൊക്കെ പറയുന്നത് വളരെ വെറുതെ വാക്ക് കൊണ്ട് പറയണതല്ല, അത് പ്രവൃത്തിയിൽ കാണിക്കുക എന്നുള്ളത് വളരെ മാതൃകാപരമാണ്. അങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് പലതും ഇവിടെ നിലനിന്ന് പോകുന്നത്. രാജ്യമാവട്ടെ, പല സംസ്ഥാനങ്ങളാവട്ടെ, എന്തിനാ ഒരു കുടുംബം പോലും പരസ്പരം വ്യക്തികൾ, അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ മക്കളായിക്കോട്ടെ, പരസ്പരം പലതും ചെയ്തിട്ടുണ്ടാവാം, തെറ്റുകൾ ഉണ്ടാവാം. അതൊക്കെ ക്ഷമിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ മുമ്പാക്കാൻ പോകുന്നത്. വലിയ വലിയ ദാനം ചെയ്യണമെങ്കിൽ മനസ്സിന് ക്ഷമ വേണം. അങ്ങനെ ഓരോ കർമ്മത്തിനും നമുക്ക് ക്ഷമ ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് ഈ ലോകം ക്ഷമയിൽ തന്നെയാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത്. നിങ്ങൾ ചെയ്തത് വളരെ വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളെ പറഞ്ഞയക്കുകയാണ്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ആ ശ്ലോകത്തിൻ്റെ, അതായത് 9ാമത്തെ ശ്ലോകത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം 10ാമത്തെ ശ്ലോകത്തിൻ്റെ കൂടെ അർത്ഥം പറയാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. തസ്യ തദ്വചനം ശ്രുത്വാ കുശനാഭസ്യ ധീമതഃ ശിരോഭിശ്ചരണൗ സ്പൃഷ്ട്വാ കന്യാശതമഭാഷത വായുഃ സർവാത്മകോ രാജൻ പ്രദർശയിതുമിച്ഛതി അശുഭം മാർഗമാസ്ഥായ ന ധർമ്മം പ്രത്യവേക്ഷതേ പിതൃമത്യസ്മ ഭദ്രം തേ സ്വച്ഛന്ദേ ന വയം സ്ഥിതാ പിതരം നോ വൃണീഷ്വത്വം യദി നോ ദാസ്യതേ തവ തേന പാപാനുബന്ധേന വചനം ന പ്രതീച്ഛത ഏവം ബ്രുവന്ത്യഃ സർവാസ്മ വായുനാഭിഹതാ ഭൃശം. താസാം തു വചനം ശ്രുത്വാ രാജാ പരമധാർമ്മിക പ്രത്യുവാച മഹാതേജാഃ കന്യാശതമനുത്തമം ക്ഷാന്തം ക്ഷമാവതാം പുത്ര്യഃ കർത്തവ്യം സുമഹത്കൃതം ഐകമത്യമുപാഗമ്യ കുലം ചാവേക്ഷിതം മമ അലങ്കാരോ ഹി നാരീണാം ക്ഷമാതു പുരുഷസ്യ വാ ദുഷ്കരം തച്ച വൈക്ഷാന്തം ത്രിദശേഷു വിശേഷതഃ യാദൃശീവ ക്ഷമാ പുത്ര്യഃ സർവാസാമവിശേഷതഃ ക്ഷമാദാനം ക്ഷമാസത്യം ക്ഷമായജ്ഞാശ്ച പുത്രികാ ക്ഷമായശ ക്ഷമാധർമ്മ ക്ഷമായാം വിഷ്ഠിതം ജഗത്. അങ്ങനെ ഈ പെൺകുട്ടികളെ എല്ലാവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് ഇവരുടെ ഈ വൈകൃതത്തിന് അത് മാറ്റാനായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളത് ആലോചിക്കുകയാണ്. അതാണ് അടുത്തതായിട്ട് കുശനാഭൻ ചെയ്യാൻ പോണത്. ഇവരെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഇവരുടെ ക്ഷമയെ അഭിനന്ദിച്ചുകൊണ്ടൊക്കെ ഇവരെ പറഞ്ഞയക്കുകയാണ്. നമുക്ക് ബാക്കി ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.